നമസ്കാരം. നമുക്ക് ഇന്ന് നമ്മളോടൊപ്പം ഉള്ള അതിഥി PR പ്രവീൺ. അദ്ദേഹം പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറിയാണ്, തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറിയാണ്. മാധ്യമ പ്രവർത്തന രംഗത്ത് സജീവമായിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. തിരക്കിനിടയിലും ഇവിടെ പങ്കെടുക്കാൻ വന്നതിൽ വളരെ സന്തോഷമുണ്ട്, നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം എനിക്ക് അറിയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ CPM 2 സ്റ്റാലിന്മാർ തറപറ്റി. ഒരു സ്റ്റാലിൻ എന്ന് പറയുന്നത് കേരളത്തിലെ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന അപരനാമധേയത്താൽ അറിയപ്പെടുന്ന പിണറായി വിജയൻ, മറ്റൊന്ന് തമിഴ്നാട് ഭരിച്ചിരുന്ന ശക്തനായ ഭരണാധികാരി, അതേ പേരിൽ തന്നെ അറിയപ്പെടുന്ന MK സ്റ്റാലിൻ. 2 പേര് വീണിരിക്കുന്നു. പിണറായി ധർമ്മടത്ത് ചെറിയ ഒരു പരാജയ ഭീതിയിലേക്ക് പോയതേ ഉള്ളൂ. പക്ഷേ സാക്ഷാൽ സ്റ്റാലിൻ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ വീണിരിക്കുന്നു, കൂപ്പുകുത്തിയിരിക്കുന്നു. TVക്ക് തരംഗമായിരിക്കുക എന്തുമായിക്കോട്ടെ, 2 സ്റ്റാലിന്മാരുടെ ഒരു പതനമുണ്ടായിട്ടുണ്ട്. അതായത് കേരളത്തിലേക്ക് മാത്രം നമ്മളൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കിയ പാർട്ടിയുടെ സമുന്നത സ്ഥാനങ്ങളിലിരിക്കേണ്ടതായിട്ടുള്ള, ഒരുപക്ഷെ പോളിറ്റ് ബ്യൂറോയിലോ അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി, കേരളത്തിൻ്റെ സെക്രട്ടറി പദത്തിലോ ഒക്കെ അലങ്കരിക്കേണ്ട G. സുധാകരൻ, അതുപോലെ തന്നെ KT ഗോവിന്ദൻ, അതുപോലെ തന്നെ V. കുഞ്ഞികൃഷ്ണൻ, അതും പയ്യന്നൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നഷ്ടപ്പെടാൻ അവരിൽ ഒരു അണി പോലും ആഗ്രഹിക്കാത്ത സ്ഥലങ്ങളിൽ, പുന്നപ്ര ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ ഒക്കെ CPMൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ നിലം പരിശാക്കിക്കൊണ്ടുള്ള വിജയം കരസ്ഥമാക്കിയിരിക്കുന്നു. ഇത് CPMനെ കടുത്ത ആഘാതം ഏൽപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. പാർട്ടി പല നിരീക്ഷണങ്ങളും നടത്തും. നമ്മുടെ ഒരു നിരീക്ഷണത്തിൽ പാർട്ടിക്ക് കേരളത്തിൽ പിഴച്ചോ? അത് ഉറപ്പല്ലേ സാർ? യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ 3 പേർ, നമ്മൾ ബാക്കിയുള്ളതൊക്കെ മാറ്റിവെക്കുക. ഈ തരംഗം അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം അതൊക്കെ മാറ്റിവെക്കും. യഥാർത്ഥത്തിൽ കേരളത്തിലെ CPMന് വലിയ പിഴവ് സംഭവിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളപ്പെടുത്തലാണ് ഈ 3 മണ്ഡലങ്ങളുടെയും റിസൾട്ട്. ഇക്കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോൾ പയ്യന്നൂർ എന്ന് പറയുന്നത് 49,780 വോട്ടിന് TI മധുസൂദനൻ ജയിച്ച സ്ഥലമാണ്. ഏത് സാഹചര്യത്തിലും ഇപ്പോൾ KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു പ്രതികരണത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹമൊക്കെ ജനിച്ച സ്ഥലമാണ്. കുട്ടിക്കാലം മുതൽ ചുറ്റിക്കാരുവാൾ നക്ഷത്രത്തിൽ ആരെങ്കിലും അവിടെ വന്നു നിന്നാൽ അവർ ജയിക്കും. അപ്പോൾ ഇപ്പോൾ കുഞ്ഞികൃഷ്ണനെ മത്സരിപ്പിക്കുമ്പോൾ പോലും ഒരു വിജയത്തിലേക്ക് എത്താൻ സാധിക്കുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. കാരണം 49,000 ലീഡ് മറികടക്കണം, എന്നിട്ട് ജയിക്കണം. അതിന് സാധിക്കുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. അവിടെയാണ് ജനം, അതായത് UDF നേതൃത്വത്തിന് പോലും അങ്ങനെ ഒരാളെ മത്സരിപ്പിക്കുമ്പോൾ 10,000-15,000 വോട്ട് CPMൽ നിന്ന് ചോർത്തിയെടുക്കാം എന്ന ധാരണയിൽ നിന്ന് ജയത്തിലേക്ക് എത്തുക, അദ്ദേഹം മികച്ച മാർജിനിലുള്ള ഒരു ജയം നേടുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ CPMന് പിഴച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ തളിപ്പറമ്പ് 22,000 വോട്ടിനാണ് കഴിഞ്ഞ തവണ MV ഗോവിന്ദൻ ജയിച്ചത്. പക്ഷേ അതവരുടെ ഒരു പ്രസ്റ്റീജ് മണ്ഡലമാണ്. പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ച് മത്സരിക്കുന്നു. അവിടെ TK ഗോവിന്ദനെ പോലെയുള്ള ഒരാൾ അതിനെ വെല്ലുവിളിച്ച് രംഗത്ത് വരുന്നു. അവിടെ ജയിക്കുക എന്നുള്ളത്, അത് മറികടന്ന് 12,000 വോട്ടിന് TK ഗോവിന്ദൻ ജയിക്കുന്നു. അത് പാർട്ടിയുടെ പിഴവല്ലാതെ പറ്റുന്നതാണ്. അമ്പലപ്പുഴ ഈ പറഞ്ഞതുപോലെ ചരിത്രപരമായി CPMന് അത്രമേൽ ഹൃദയബന്ധമുള്ള ഒരു ഭൂമിയാണ്. ആ ഭൂമിയിലാണ് ഈ പറയുന്ന 27,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം G. സുധാകരൻ നേടുന്നത്. അവിടെയും പാർട്ടിക്ക് പിഴച്ചു എന്നുള്ളത് ഉറപ്പാണ്. നോക്കൂ, ഈ 3 പേരും പാർട്ടിയുടെ 3 തരത്തിലുള്ള നയവ്യതിയാനങ്ങളെ ചൂണ്ടിക്കാട്ടി രംഗത്ത് വന്നവരാണ്. നമ്മൾ അങ്ങനെ പരിശോധിച്ചാൽ 3 പേർക്കും കൃത്യമായ കാരണങ്ങളുണ്ടായിരുന്നു. പയ്യന്നൂരിൽ അദ്ദേഹം പറഞ്ഞത് പണാപഹരണം. CPMനെ സംബന്ധിച്ചിടത്തോളം ഈ ധനത്തിനോട് ആർത്തിയുള്ള നേതാക്കന്മാർ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതിനെതിരെ പോരാടും. പാവപ്പെട്ടവന്റെ പാർട്ടി എന്ന് പറയുന്ന ഇടത്ത് ആ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞികൃഷ്ണൻ വിട്ടുപോകേണ്ട കാര്യം പോലുമില്ല. ഈ പാർട്ടി നേതൃത്വം അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് നമുക്ക് പരിഹരിക്കാം എന്നെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ കുഞ്ഞികൃഷ്ണൻ അവിടെ നിന്നേനെ. അദ്ദേഹം അത് പറയുന്നുണ്ടായിരുന്നു. എന്നോട് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ നീയാണ് കുഴപ്പക്കാരൻ എന്ന് പറയുന്ന നിലപാട്, ആ നിലപാടിനെ ജനം തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. TK ഗോവിന്ദൻ പറഞ്ഞത് ശരിയല്ലേ? TK ഗോവിന്ദൻ പറഞ്ഞത് എന്താണ്? ഭാര്യയെ കൊണ്ടെന്തിനും സ്ഥാനാർത്ഥിയാക്കുന്നു.
ഇനി ഇവർക്ക് അങ്ങനെ ഒരു വനിതയെ മത്സരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ശൈലജ ടീച്ചറെ മട്ടന്നൂരിൽ നിന്ന് മാറ്റിയിട്ട് തളിപ്പറമ്പിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചൂടെ? അതെ. എന്താണ് പ്രശ്നം? ഇപ്പോൾ പേരാവൂരിൽ കൊണ്ടുപോയി ബലി കഴിക്കേണ്ട കാര്യമുണ്ട്. പേരാവൂരിൽ എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ജയിക്കാൻ കഴിയില്ല എന്നുള്ളത് പിണറായി വിജയനും അറിയാം. നമ്മൾ ഈ പറയുന്ന പോലെ അമൂർത്തമായിട്ടൊന്ന് അപഗ്രഥിക്കുമ്പോൾ സംഭവിച്ചിരിക്കുന്നത് എം.എൻ. വിജയൻ പറഞ്ഞത് തന്നെയാണോ? പാർട്ടി നിലനിൽക്കും, പക്ഷേ ആളുകൾ അതിൽ നിന്ന് പോകും എന്ന് പറഞ്ഞതുപോലെ. അതുപോലെ തന്നെ വലിയ ഏറ്റുമുട്ടലുകൾ ഉണ്ടായ ഒരു സന്ദർഭമുണ്ട്. വി.എസ്. അച്യുതാനന്ദനും പിണറായി വിജയൻ. അത് അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ ചൊല്ലിയുള്ള ഒരു കലഹമായിരുന്നു, അല്ലാതെ വ്യക്തിപരമായ കലഹമായിരുന്നില്ല. ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനൊരു കലഹത്തിൻ്റെ സമയത്ത് വൻ വിജയം ഒഫീഷ്യലായിട്ട് എല്ലാവരെയും വെട്ടി നിർത്തിക്കൊണ്ട് ഒഫീഷ്യലായിട്ട് ഔദ്യോഗികമായിട്ട് എല്ലാവരെയും ജി സുധാകരനെ ഉൾപ്പെടെ തന്നോടൊപ്പം അടുത്തു നിർത്തിക്കൊണ്ട് വി എസിനെ ഒറ്റപ്പെടുത്തുകയും വെട്ടി നിർത്തുകയും ചെയ്ത വ്യക്തിയാണ് പിണറായി. ഇപ്പം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ വി എസ് ലൈനായിരുന്നു ശരി. അല്ല, അങ്ങനെ തന്നെയാണല്ലോ. വി എസ് ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ വി എസ് ഒന്ന് ഉറക്കെ ചിരിച്ചേനെ എന്ന് കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഈ സി പി എമ്മിന് സംഭവിച്ചത് എന്താണ്? സി പി എം ഒരിക്കലും ഈ സ്ഥാനം വേണം അല്ലെങ്കിൽ പാർലമെന്ററി വ്യാമോഹം എന്ന് പറയുന്നത് അവരുടെ അജണ്ടയിലെ ഉണ്ടായിക്കൂടാത്തതാണ്. പക്ഷെ അത് വ്യാപകമായി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. സ്വജനപക്ഷപാതം ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അത് ഉണ്ടാവുകയാണ്. കാരണം ഒരു പാർട്ടി സെക്രട്ടറി തന്നെ തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ബാക്കിയുള്ള എല്ലാ അടിസ്ഥാന പ്രമാണങ്ങളും ബലി കഴിക്കുകയാണ്. അദ്ദേഹം ആരാണ്? പാർട്ടിയുടെ ക്ലാസ് എടുത്ത് നടന്നിരുന്നയാൾ അല്ലേ? ഇപ്പോഴും മറ്റേ യാത്ര നടത്തുമ്പോഴും കേരള യാത്ര നടത്തുമ്പോഴും അദ്ദേഹം രാഷ്ട്രീയ പ്രസംഗമല്ല നടത്തുന്നത്, പാർട്ടി ക്ലാസ് എടുക്കലാണ് ചെയ്യുന്നത്. ആശാൻ പിഴച്ചാൽ അവിടെ തന്നെയാണ് സംഭവിച്ചത്. അത് തന്നെയാണ് സംഭവിച്ചത്. ഇപ്പൊ ജി സുധാകരനെ പോലുള്ള ഒരാളിനെ ഒന്ന് അടുത്ത് പോയി കണ്ട് എന്താണ് സഖാവെ ഒരു അങ്ങയുടെ പ്രശ്നം എന്ന് ചോദിക്കാൻ പോലും ഒരാളുണ്ടായില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടെയും വ്യക്തി താല്പര്യങ്ങളാണ്. അവിടുത്തെ ജില്ലാ സെക്രട്ടറിക്കും മന്ത്രിയായിരുന്ന സജി ചെറിയാനും എച്ച് സലാമിനും ഒക്കെ ഉള്ള ആ കോക്കസിനുള്ള താല്പര്യം മാത്രം സംരക്ഷിക്കുക എന്നുള്ളതിലേക്ക് കാര്യം മാറി. അതായത് ഒരു കോക്കസിന്റെ കയ്യിലേക്ക് സി പി എം പോയി എന്നുള്ളതാണ് ഇതിനകത്ത് ഉള്ള. ഇന്നലെ ഈ റിസൾട്ട് വന്നതിന് ശേഷം സി പി എമ്മിന്റെ പ്രസ്താവന വന്നു, സ്വരാജിന്റെ വിശദീകരണം വന്നു. അതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ കീഴേക്കുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ കമന്റ് ബോക്സിലല്ലേ? സാധാരണക്കാരായ സി പി എമ്മുകാർ എന്റെ പാർട്ടിയെ കൊന്നു നിങ്ങൾ എന്നാണ് പറയുന്നത്. ആ നിലയിലുള്ള പ്രതികരണമാണ്. അതായത് ആ മനുഷ്യരൊന്നും വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അവർക്ക് ഈ പാർട്ടി ഇങ്ങനെ ആയിപ്പോയതിലുള്ള ഒരു വലിയ വോട്ട് ചെയ്തിട്ടുണ്ട്. വോട്ട് ചെയ്തത് പാർട്ടിക്കെതിരെയാണ്. അതാണ് പറഞ്ഞത്. പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പിണറായി വിജയൻ വിറച്ചു പോയത് അതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം സംഭവിക്കണം. അതായത് കേരള ജനത ഒരു ഘട്ടത്തിൽ 5 വർഷം മുമ്പ് രക്ഷകനായി കണ്ട നേതാവാണ് പിണറായി വിജയൻ. അതെ അതെ. ആ രക്ഷകൻ പാർട്ടിയുടെ അന്തകനാകുന്നു എന്നുള്ള ചിന്ത പാർട്ടിക്കാരിൽ കൂടി ഉണ്ടായതിന്റെ പ്രതിഫലനമാണ്. നമ്മൾ വെറും ഭരണവിരുദ്ധ വികാരം എന്നൊന്നും പറഞ്ഞതിനെ നിസ്സാരവൽക്കരിക്കേണ്ട കാര്യമില്ല. സി പി എമ്മിന്റെ വോട്ടിൽ ചോർച്ചയുണ്ടാകാതെ ഈ പറയുന്ന ഒരു റിസൾട്ട് ഉണ്ടാകില്ല എന്നുള്ള കാര്യം പയ്യന്നൂരിൽ അതാണ് സംഭവിച്ചിരിക്കുന്നത്. പയ്യന്നൂരിൽ സംഭവിച്ചതാണ്, തളിപ്പറമ്പിൽ സംഭവിച്ചതാണ്, തൃക്കരിപ്പൂരിൽ സംഭവിച്ചതാണ്, ഉദുമയിൽ സംഭവിച്ചതാണ്, ധർമ്മടത്ത് സംഭവിച്ചതാണ്. ഇപ്പൊ ഉദുമ പോലുള്ള ഒരു മണ്ഡലത്തിൽ ആദ്യം ലീഗിന്റെ 3-4 പഞ്ചായത്തുകളുണ്ട്. ആ പഞ്ചായത്തുകൾ കഴിഞ്ഞാൽ പിന്നെ സി പി എമ്മിന്റെ കോട്ടയാണ്. ആ സി പി എമ്മിന്റെ കോട്ടയിലെ വോട്ട് കൊണ്ടാണ് എല്ലാ തവണയും LDF സ്ഥാനാർത്ഥി ജയിച്ചു വരുന്നത്. പക്ഷേ ഇത്തവണ ആ സി പി എമ്മിന്റെ കോട്ടയിൽ അവർ പ്രതീക്ഷിച്ചതുപോലെ വോട്ട് വന്നിട്ടേ ഇല്ല. ഏകപക്ഷീയമായി ഭേദടുക്കുകയൊക്കെ പോലെയുള്ള പഞ്ചായത്തുകളുണ്ട്. അവിടെയൊക്കെ ഏകപക്ഷീയമായി സി പി എമ്മിന് വോട്ട് കിട്ടുന്ന സ്ഥലങ്ങളാണ്. അവിടെയൊന്നും അത് കിട്ടിയില്ല. ഉദുമ പോയി. തൃക്കരിപ്പൂർ എന്ന് പറയുന്നത് ഈ സി പി എമ്മിന്റെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ സമര പോരാട്ടവുമായി ബന്ധപ്പെട്ട എത്രയോ ഇടങ്ങളുള്ള, എത്രയോ ചരിത്ര ഭൂമികളുള്ള സ്ഥലങ്ങളാണ്. അവിടെയും ഈ 4000 വോട്ടിന് ജയിക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമാണ്. വോട്ട് പോയി. പാർട്ടി പോയോ? അല്ല, പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, കേരളത്തിലെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി ഇപ്പൊ നമ്മൾ ബംഗാളിലെ പാർട്ടിയോ ത്രിപുരയിലെ പാർട്ടിയോ പോലെയൊന്നും അല്ല. കുറെ കൂടി ഈ പാർട്ടിയോട് കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവർ പാർട്ടി ഒന്ന് മാറി നിൽക്കട്ടെ എന്ന് ചിന്തിച്ചതാവാനേ വഴിയുള്ളൂ എന്ന് വിശ്വസിക്കാനാണ് കേട്ടോ. പക്ഷേ അപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഇപ്പൊ സ്വരാജിനെ പോലെയുള്ള ആളുകൾ ഇതിന് വിശദീകരണം കൊടുക്കുന്നത് ഇത് അനർഹമായ പരാജയം എന്നാണ്. അതെങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ തലക്കെട്ട് അങ്ങനെയാണ്, അനർഹമായ പരാജയം എന്നാണ്. അതായത് സി പി എം ഈ പരാജയം അർഹിച്ചിരുന്നില്ല, പക്ഷെ ജനങ്ങൾ എല്ലാവരും കൂടി പരാജയപ്പെടുത്തി, ജനം കുഴപ്പക്കാർ എന്നുള്ള നിലയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നു. സ്വരാജിനെ ഞാൻ വിടുന്നു. സ്വരാജ് ഇതുപോലെ മണ്ടത്തരങ്ങൾ പണ്ടും അനർഹമായ, ഇയാൾ ഈ സാഹിത്യം പറഞ്ഞു കഴിഞ്ഞാൽ
അങ്ങനെ ജനങ്ങൾ അങ്ങ് വിശ്വസിക്കുമെന്നാണോ? ഇത് ജനങ്ങളുമായിട്ടൊരു ബന്ധമില്ലാത്തതിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ് ഇങ്ങനെയുള്ള പാർട്ടിയല്ലേ ചർച്ച ചെയ്യേണ്ടത്. എൻ്റെ ചോദ്യം അനർഹമായിട്ടുള്ള പരാജയം എന്നാണ് സ്വരാജ് പറഞ്ഞത്. അനർഹം. ഞാൻ ചോദിക്കുന്നത് ഇത് അനർഘമായിട്ടുള്ള ഒരു പരാജയമാണോ എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്ന ഒരു പരാജയം. അവിടെ തന്നെയാണ്. അവിടെ ഈ പറഞ്ഞതുപോലെ പാർട്ടി അതിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്ന് മാറി ചിന്തിച്ചാൽ, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് കുടപിടിക്കാൻ തുടങ്ങിയാൽ അത് ഉറപ്പായും തിരിച്ചടിക്കുന്നതാണ് എന്നുള്ളതിന്റെ കൃത്യമായ സൂചനയാണത്. നമ്മൾ ഈ പറഞ്ഞ 3 എണ്ണം മാത്രം, അത് തുടക്കത്തിൽ സാർ സൂചിപ്പിച്ചതുപോലെ ജി സുധാകരൻ ആയാലും കുഞ്ഞികൃഷ്ണൻ ആയാലും ടി കെ ഗോവിന്ദൻ ആയാലും ഒക്കെ പാർട്ടിയുടെ വലിയ പദവികളിലേക്കൊക്കെ എത്തേണ്ടിയിരുന്ന ആളുകൾ തന്നെയാണ്. അവരെ സൈഡ് ലൈൻ ചെയ്യുക എന്നുള്ളത് ഏതൊക്കെയോ ഒരു ഘട്ടത്തിൽ ഇവർ തീരുമാനിച്ചു. ഇപ്പൊ സുധാകരനെ കാര്യം പറയുമ്പോൾ സുധാകരൻ എല്ലാം കൊടുത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാം കൊടുത്തത് അയാളൊരു ഫൈറ്റർ ആയതുകൊണ്ട് കിട്ടിയതാണ്. അയാളൊരു ഫൈറ്റർ ആയിരുന്നല്ലോ. ഇടതുപക്ഷത്ത് നിന്ന് ഒരു ഫൈറ്ററിനെ പോലെ തന്നെ നിന്ന ഒരാളാണ്. അല്ലാതെ ഇത് ആരും താലത്തിൽ കൊണ്ട് വെച്ചതല്ല. ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹം ജയിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ടാണ്. തോറ്റിട്ടുമുണ്ട്. സുധാകരൻ ജയിക്കുക മാത്രമല്ലല്ലോ ചെയ്തിട്ടുള്ളൂ, തോറ്റിട്ടുമുണ്ട്. അപ്പൊ ജനങ്ങളുടെ തിരസ്കാരവും അംഗീകാരവും ഒരേപോലെ നേടിയിട്ടാണ് അദ്ദേഹം ഉയർന്നു വന്നത്. മറ്റവർക്ക് സ്പേസ് കൊടുത്തിട്ടില്ല. കാരണം കണ്ണൂർ പോലുള്ളടത്ത് അതിപ്പോ പി ജയരാജന് സംഭവിച്ച കാര്യം അതിനപ്പുറത്ത് നമ്മൾ വേറെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വൈദവേ ഇത് വെച്ചൊരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യണം. അതായത് പി ജയരാജനെ പഴയ ആ ഒരു പ്രതാപത്തോടെ നിലനിർത്തിയിരുന്നെങ്കിൽ ഈ പരാജയങ്ങൾ ഉണ്ടാവും. എൻ്റെ ഒരു സംശയം. അല്ല, കണ്ണൂരിലെ CPM-നെയൊക്കെ സംബന്ധിച്ചിടത്തോളം പി ജയരാജൻ എന്നൊക്കെ പറയുന്ന ഒരു വികാരമാണ്. അതിനി എത്ര നിഷേധിക്കാൻ ശ്രമിച്ചാലും ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ആളുകളുടെ സാധാരണക്കാരുടെ പ്രതികരണങ്ങൾ നമ്മൾ പലയിടങ്ങളിലും വായിച്ചു നോക്കിയാൽ കൊണ്ടുവരൂ പി ജയരാജനെ എന്ന് അവർ അലമുറയിടുന്നുണ്ട് പാർട്ടിയെ നയിക്കാൻ. കാരണം അദ്ദേഹം ഒരു സംഘാടകൻ എന്നുള്ള, അല്ലെങ്കിൽ ഒരു പാർട്ടി കേഡറുകൾക്ക് ഊർജം കൊടുത്ത് കൊണ്ടുപോകുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇപ്പോഴും പ്രസക്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ അധികാരം വല്ലാതെ ഈ ആളുകളെ ഇല്ലാതാക്കി കളഞ്ഞു. അല്ലെങ്കിൽ ഈ പാർട്ടി ക്ലാസ് എടുക്കുന്ന ആള് സ്വന്തം ഭാര്യയെ എവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ചിന്തിക്കുമോ? ചിന്തിക്കാനേ പാടില്ല. വിജയരാഘവൻ കഴിഞ്ഞ തവണ ഭാര്യയെ നിർത്തുന്നു, ഭാര്യയെ മന്ത്രിയാക്കുന്നു, ആദ്യമായി ജയിച്ചു വന്ന ആളിനെ മന്ത്രിയാക്കുന്നു. ഒരു തികഞ്ഞ പരാജയമായിരുന്ന മന്ത്രിയായിരുന്നു. നമ്മൾ അങ്ങനെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു എന്ന് പോലും നമുക്ക് അറിഞ്ഞൂടെ. എന്തായാലും ഉണ്ണിയാടനോടെ 10,000 വോട്ടിന് അടിച്ചിട്ടിട്ട് അതെ അതെ. അല്ല, അവിടെയാണ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട്. അപ്പോ ഗോവിന്ദൻ വിചാരിച്ചു കാണും വിജയരാഘവൻ അന്ന് ഭാര്യയെ ജയിപ്പിച്ച് മന്ത്രിയാകാം. അതെ, ശൈലജ ടീച്ചറെ വേറെ ഇടത്തേക്ക് പാക്ക് ചെയ്യുന്നു. അത് ജയിക്കില്ല മനസ്സിലാക്കി. അത് നമ്മളെക്കാൾ മുമ്പേ ജനങ്ങൾ മനസ്സിലാക്കിയത് പൊട്ടിച്ചു. അല്ല, ഉറപ്പാണ്. ജനം നമ്മൾ പഴയതുപോലെ ഒന്നുമല്ല, ആരും ആരുടെയും അടിമകളൊന്നുമല്ല. ഞാൻ കണ്ണൂരിൽ നിന്നുള്ള ഒരു സഖാവ് ആത്മാർത്ഥമായിട്ട് CPM സഖാവിനോട് പറഞ്ഞ പ്രസ് ക്ലബ്ബിൽ വെച്ച് തന്നെയാണ് പറഞ്ഞത്. പേര് വെളിപ്പെടുത്തുന്നത്. ഈ പാർട്ടി തീരും. ഇത് പറഞ്ഞത് ഒരു 3 വർഷം മുമ്പാണ് പറഞ്ഞത്. പാർട്ടി തീരും. കാരണം പിണറായിയുടെ നയങ്ങൾ. അവിടെ കപ്പലണ്ടി കച്ചവടക്കാരൻ കോടീശ്വരനായിട്ട് മാറുന്നു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൂടെ. എൻ്റെ വീട്ടിൽ വെച്ച് പണ്ടൊരു യോഗം കൂടി. അത് ലോക്കൽ കമ്മിറ്റിയുടെ ആയിരിക്കാൻ വഴിയില്ല, അതിന് പ്രത്യേക ഓഫീസുണ്ട്, ബ്രാഞ്ച് കമ്മിറ്റി തലത്തിനായിരിക്കും. ആ ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ട് പറഞ്ഞ ഒരു കാര്യം, സ്റ്റഡി ക്ലാസ്സും ഒക്കെ നടക്കാറുണ്ടായിരുന്നു വീട്ടിൽ വെച്ച് സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഒരു ഹാളുണ്ടായിരുന്നു വീടിന്, അതുകൊണ്ടാണ് അവിടെ വെച്ച് നടന്നത്. അതിൽ പറഞ്ഞ ഒരു കാര്യം ഇപ്പോഴും ഞാൻ ഓർത്തിരിക്കുന്നു. കുഞ്ഞുനാളിൽ, എൻ്റെ കുഞ്ഞുനാൾ, നിങ്ങൾ മദ്യപിച്ചോ കുഴപ്പമില്ല, മദ്യപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തം വീട്ടിൽ പോയി കിടന്നുറങ്ങിക്കണം, റോഡിൽ ബഹളം ഉണ്ടാക്കണം. അത്രമാത്രം വ്യക്തി ജീവിതത്തിലേക്ക് ഇടങ്ങുന്നു. അതുപോലെ വിവാഹങ്ങളിലും അതുപോലെ തന്നെ കുടുംബത്തിന് പ്രശ്നം ഉണ്ടാകുമ്പോഴും ഒക്കെ സഹായിക്കുന്ന ഒരു പാർട്ടി. അതുകൊണ്ടാണ് ആർഭാടങ്ങളെന്ന് പറയുന്നത് CPM-ന് അന്യമായിരിക്കുന്ന ഒരു കാര്യമാണല്ലോ. അങ്ങനെ പറയുന്ന ഒരു പാർട്ടി ഇപ്പോൾ ഇങ്ങനെ പരിണമിച്ചത് വലിയൊരു പരിണാമം തന്നെയാണ്. വലിയൊരു ട്രാൻസ്ഫർമേഷൻ സംഭവിച്ച പാർട്ടിക്ക്. ട്രാൻസ്ഫർമേഷന് സംഭവിച്ച തിരിച്ചടിയാണ് നമുക്ക്. അത് അങ്ങനെ തന്നെ. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾക്കപ്പുറത്ത് CPM എന്ന് പറയുന്ന സിസ്റ്റത്തിനുണ്ടായ അപജയത്തിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം, സിസ്റ്റമിക് ഫെയിലുവർ. വീണ മറ്റേ സാധനം തന്നെ. കപ്പിത്താനും ഇല്ല, എഞ്ചിനും ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് അത് പോയി എന്നുള്ളത് തന്നെയാണ്. ആ സിസ്റ്റത്തിനുണ്ടായ ഫെയിലുവർ ഈ തെരഞ്ഞെടുപ്പിലെ ഈ ഇത്രയും വലിയ UDF-ന് അനുകൂലമായ വിധിക്ക് കാരണമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. തീർച്ചയായിട്ടും.